എന്റെ പേര് അജ്മൽ ഖാൻ എന്നാണ്. എന്റെ വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള കാളികാവ് അഞ്ചച്ചവടി എന്ന് പറയുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ്. അധികം ആളുകളൊന്നും അറിയാത്ത ഒരു സ്ഥലം. അങ്ങനെയുള്ള ഒരു സാധാരണ ഗ്രാമമാണ്. ഞാന് ഇപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടന്റെ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലെ ഒരു വിസിറ്റിംഗ് ഫെല്ലോ ആയിട്ട് ഞാൻ ലണ്ടനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാന് ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നായിരുന്നു എന്റെ PhD. എന്റെ മാസ്റ്റേഴ്സും അവിടെ നിന്ന് തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഡൽഹിയിലെ അശോക യൂണിവേഴ്സിറ്റി, അതുപോലെ ഡൽഹിയിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. സോ എന്റെ ഒരു ജേർണി എന്ന് പറയുവാണെങ്കിൽ വളരെ ആക്സിഡന്റലി എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ആ ഒരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത്, ആ കാലങ്ങളിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 18 വയസ്സായാൽ പാസ്പോർട്ട് എടുത്ത് ആളുകൾ ഗൾഫിൽ പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഗൾഫിൽ പോകുന്നവരുടെ ജീവിതം ഓൾറെഡി ഞാൻ എന്റെ ഫാദറിന്റെ ലൈഫ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ട് ഗൾഫിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് വളരെ മുന്നേ തന്നെ നല്ല ധാരണ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് പഠിക്കാൻ വളരെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ്സിൽ വളരെ ജസ്റ്റ് പാസോട് കൂടിയാണ് ഞാൻ പാസ്സാകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിപ്പം അന്ന് ഹൈസ്കൂൾ മാത്രമായിരുന്നു. അങ്ങനെ വാണിയമ്പലം സ്കൂളിൽ നിന്ന് വളരെ ജസ്റ്റ് പാസോട് കൂടിയിട്ടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത് 2005. അതിനുശേഷം 12th എന്ന് പറഞ്ഞാൽ +2 പോകുന്നോ അല്ലെങ്കിൽ പോകുന്നില്ലയോ എന്നുള്ള ഒരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്തായാലും ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തന്നെയുള്ള പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അവിടെ +2 അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതും അങ്ങനെ അതിനുശേഷം നമുക്ക് ഹ്യൂമാനിറ്റീസിൽ അഡ്മിഷൻ കിട്ടുന്നതും. ഹ്യൂമാനിറ്റീസ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ എനിക്ക് സോഷ്യോളജി അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു മുമ്പ് തന്നെ. അതുമായിട്ട് 10ാം ക്ലാസ്സിലും അതിനു മുമ്പൊക്കെ ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും അധികം താല്പര്യമില്ലെങ്കിലും ഈ വിഷയങ്ങളിൽ സോഷ്യൽ സയൻസസ്, ഹിസ്റ്ററി, സോഷ്യോളജി അങ്ങനെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ആന്ത്രോപോളജി തുടങ്ങിയ വിഷയങ്ങളിൽ എനിക്ക് കൂടുതൽ അറിയാനും കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ വായിക്കാനും എല്ലാം താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിപ്പെടുന്നത് വളരെ ജസ്റ്റ് പാസോട് കൂടെ. പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ അതായത് ഞങ്ങളുടെ എല്ലാം ജീവിതം മാറ്റിമറിക്കാൻ തക്ക രീതിയിൽ ഇടപെട്ടിരുന്ന ഒരുപാട് അധ്യാപകർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊരു വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ അതിനെ കാണുന്നത്. പല അധ്യാപകരും, ഞാൻ അതായത് ആരുടെയും പേരെടുക്കുന്നില്ല, അങ്ങനെയുള്ള അധ്യാപകരുടെ ഇടപെടൽ കൊണ്ട് ഞങ്ങളുടെ ജീവിതമാകെ മാറി മറിഞ്ഞു. ഞങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ +2 ഹ്യൂമാനിറ്റീസ് പാസ്സാകുകയുണ്ടായി. വളരെ പലർക്കും വളരെ അത്ഭുതം എന്ന് പറയാൻ തക്ക വിധത്തിൽ എനിക്കായിരുന്നു അന്ന് ആ സ്കൂളിലെ +2 ഏറ്റവും ടോപ്പ് സ്കോർ ഉണ്ടായിരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് 86 87% മാർക്കോട് കൂടിയാണ് ഞാൻ +2 പാസ്സാകുന്നത്. ഇതില് പ്രത്യേകിച്ച് ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ അധ്യാപകരിൽ പലരുടെയും ഇടപെടലുകൾ വളരെയധികം ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ മമ്പാട് MES ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് +2 കിട്ടുക അല്ലെങ്കിൽ +2 നല്ല രീതിയിൽ ജയിക്കുന്നവർക്ക്, വളരെ നല്ല രീതിയിൽ ജയിക്കുന്നവർക്കാണ് അന്ന് മമ്പാട് MES മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാറുണ്ടായിരുന്നത്. എനിക്ക് ഭാഗ്യത്തിന് മമ്പാട് MES കോളേജിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് അന്ന് അഡ്മിഷൻ കിട്ടുകയും അങ്ങനെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഞാൻ മമ്പാട് MES കോളേജിൽ നിന്ന് 2010 പാസ്സായതിനു ശേഷമാണ് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറുന്നത്. ടിസ് എന്ന് പറയുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം, വളരെ പേര് കേട്ടിട്ടായിട്ടുള്ളതും അതുപോലെ സാമൂഹിക ഇടപെടലുകൾക്ക് ഇപ്പം ഇന്ത്യക്ക് പുറത്തുള്ള അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകളെ അല്ലെങ്കിൽ അക്കാഡമിക്കുകളെ, പത്രപ്രവർത്തകരെ, അങ്ങനെയൊക്കെയുള്ള ഒരു പറ്റം ആളുകളെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വളരെ പണ്ട് തന്നെ വായിച്ചറിയുകയും അങ്ങോട്ട് പോകണം എന്നുള്ള വളരെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഞാൻ പല
ടിസ് അടക്കമുള്ള JNU അടക്കമുള്ള പല പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ എൻട്രൻസ് എഴുതുകയുണ്ടായി. ആ കാലങ്ങളിലൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് അധികമാരും കേന്ദ്ര സർവകലാശാലകളിലോ അല്ലെങ്കിൽ IIMകളിലോ IITകളിലോ ടിസ് പോലുള്ള സ്ഥാപനങ്ങളിലോ ഒന്നും എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് യെസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുകയും ഞാൻ അതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. അങ്ങനെ ബോംബെയിലെത്തി ടിസിൽ വളരെ നല്ല രീതിയിൽ അഡ്മിഷൻ കിട്ടുകയും അവിടെ MAയും MPhilഉം തുടർന്ന് PhD പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം സ്കോളർഷിപ്പോട് കൂടി തന്നെയായിരുന്നു എൻ്റെ പഠനങ്ങളെല്ലാം. വളരെ നല്ല രീതിയിൽ തന്നെ ടിസിന്റെ അക്കാദമിക പശ്ചാത്തലവും ബോംബെയുടെ ഒരു പശ്ചാത്തലവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാനൊരു 7-8 വർഷങ്ങൾ ബോംബെയിൽ ജീവിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ഡൽഹിയിലേക്ക് മാറുന്നതും അതുപോലെ ഡൽഹിയിലെത്തുന്നതും അശോക യൂണിവേഴ്സിറ്റിയിലും അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലും എല്ലാം പഠിപ്പിക്കുന്നതും എൻ്റെ PhD കഴിഞ്ഞതിന് ശേഷമാണ്. എൻ്റെ PhD ഡെവലപ്മെന്റ് സ്റ്റഡീസിലായിരുന്നു. ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് താരതമ്യേന പുതിയ അല്ലെങ്കിൽ ആർക്കും അറിയാത്ത ഒരു ഡിസിപ്ലിൻ ആയിരുന്നു ആ കാലങ്ങളിലെല്ലാം. ഇന്ന് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ന് നാട്ടിൽ തന്നെ ഉണ്ട്. സോ എൻ്റെ ഒരു ഹ്യൂമാനിറ്റീസ് ജേർണിയെ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ കാര്യമായ പ്ലാനിങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ കാര്യമായ വലിയ ഒരു സപ്പോർട്ടുകളോ ഒന്നും കാര്യമായി ഇല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു പരിശ്രമങ്ങൾ കൊണ്ടും അതുപോലെ ഞാൻ എത്തിപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫാക്കൽറ്റി അടക്കമുള്ള സപ്പോർട്ടുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്ര വരെ എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരുപാട് ആളുകളുടെ സഹായമുണ്ട്, ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഉണ്ട്. സോ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ പലരും നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണോ പഠിക്കുന്നത്, ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നിങ്ങൾക്കെല്ലാം ജോലി കിട്ടുമോ എന്നെല്ലാം പലരും ചോദിക്കുമായിരുന്നു. ഇന്നത് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഞാൻ MAക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ടിസിൽ എൻ്റെ ക്ലാസ്സിലെ പകുതിയിലധികവും എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞതിന് ശേഷം ഒരു MA ഇൻ സോഷ്യൽ വർക്ക് ചെയ്യാൻ എത്തിയവരായിരുന്നു. ഇവരെല്ലാം കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഞാനൊക്കെ കരുതി കൂട്ടിയിരുന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അന്ന് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നമ്മുടെ എല്ലാം ധാരണ എന്ന് പറയുന്നത് ഇതെന്തോ വലിയ സംഭവമാണ്, എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി കിട്ടും എന്നെല്ലാമായിരുന്നു. എന്നാൽ എൻ്റെ ക്ലാസ്സിന്റെ പകുതിയിലധികവും വളരെയധികം ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അവരെല്ലാം എഞ്ചിനീയറിംഗ് ഫീൽഡും അല്ലെങ്കിൽ ആ ഫീൽഡെല്ലാം വിട്ടിട്ട് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ് കൂടുതൽ പഠിച്ചുകൊണ്ട് സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയവരായിരുന്നു എന്നുള്ളത് വളരെ ഒരു ഷോക്കിംഗ് ആയ കാര്യമായിരുന്നു എനിക്ക്. സോ ഇന്ന് എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് സോഷ്യൽ സയൻസസിനെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസിനെ ഇന്ന് അപ്രോച്ച് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ന് സയൻസ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെയുള്ള പുതിയ ലിബറൽ ആർട്സ് കോഴ്സുകളാണ് ഇന്ന് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പഠിപ്പിക്കുന്ന കോഴ്സുകളെല്ലാം അശോകയിൽ ഒരേ സമയം ഫിസിക്സ് മേജർ ചെയ്യുന്ന സ്റ്റുഡന്റും എക്കണോമിക്സ് മേജർ ആയിട്ടുള്ള സ്റ്റുഡന്റും സോഷ്യോളജി അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എല്ലാം മേജർ ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഒരേ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഒരേ പേപ്പർ പഠിക്കുകയും ഒരേ കോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് പുതിയ ലിബറൽ ആർട്സ് സർവകലാശാലകളിൽ ഉണ്ട്. ഇത് നമ്മുടെ സർക്കാർ മേഖലയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു പുതിയ വിദ്യാഭ്യാസ നയം എല്ലാം വന്നതോടുകൂടി ഇനി ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. സോ അങ്ങനെയുള്ള ഒരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഒരു സയൻസസ് എന്നുള്ള ഒരു വ്യത്യാസമില്ലാത്ത ഒരു കാലമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്ന്. സോ അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചർ ആണ് ഇനിയുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയം പെയിന്റിങ്ങും ഡാൻസും ഫിസിക്സും റോബോട്ടിക്സും കമ്പ്യൂട്ടർ സയൻസും മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം ഒരേ സമയം ഒരേ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് പഠിക്കാനും അതിലെല്ലാം എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നേടാനും ഉള്ള ഒരു യൂണിവേഴ്സിറ്റി സംവിധാനമാണ് ഇന്ന് പുതുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള പുതിയ വിദ്യാർത്ഥികൾ പുതിയ കുട്ടികളെല്ലാം
കടന്നു ചെല്ലുന്നത്. അത് ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. സോ ഇത്രയാണ് വളരെ ബ്രീഫായിട്ടുള്ള എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ അവർക്ക് ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് അതിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.